ഏതായി രോഹിണി? ആ ലിസ്റ്റിൽ ഒരുപാടുണ്ടല്ലോ, ഓർമ്മയാണില്ല. സത്യമായിട്ടും ജെയിംസ് എനിക്ക് തരാണെന്ന് അറിയില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കാം. ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം. വേണ്ട, ആ ബില്ലിംഗ് ഇതാ, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ എന്ന് നോക്കട്ടെ. ചേടാ, കടുവയെ കിടവ് പിടിച്ച ആരാ? ശിവസുബ്രഹ്മണ്യം ഇല്ലേ? ശിവസുബ്രഹ്മണ്യമോ? അതെ, ബാങ്കിൽ ജോലിയുള്ള. ഓഹോ, അയാളോ? അയാളുടെ വീട് ഇതല്ല. നിനക്ക് വീട് തെറ്റിയോ മോളെ? ഇല്ല, ശിവസുബ്രഹ്മണ്യം പറഞ്ഞത് ഇതാണെന്നാ. ഇത് അയാളുടെ വീടാണെന്ന് പറഞ്ഞോ? പറഞ്ഞു. ഇതെന്റെ വീടാ. പിന്നെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്? അവൻ ഇതല്ല, ഇതിലപ്പുറവും പറയും. ഭൂലോക കള്ളൻ. ഇത്രയും വലിയൊരു കള്ളനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ ബ്രാഹ്മണനാണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. ഈസ് എ ബിഗ് ഫ്രോഡ്. നിങ്ങൾക്ക് എന്താ അവനുമായി ബന്ധം? ഗുരുവായൂരപ്പ, ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് നന്നായി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിലോ? കല്യാണമോ? വെറുതെ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്. പെണ്ണ് വീട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനാവും ഇത് അവന്റെ വീടാന്ന് പറഞ്ഞത്. ഇപ്പൊ അവന് ബാങ്കിലും ജോലിയൊന്നുമില്ല. കള്ളത്തരം കാണിച്ചതിന് സസ്പെൻഷനില്ല. വെറുതെ നിങ്ങൾ ഈ പെണ്ണ് കൊലയ്ക്ക് കൊടുക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ, ഇതിലൊരു കള്ളത്തരില്ല കേട്ടോ. ബില്ലെന്തേ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്ക് അയക്ക. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ, ഇല്ലെന്ന് തോന്നുന്നു. ആ, അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളിമാരുടെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലാളിയുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലേ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ? സാറേ, ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ, നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞ? അല്ല, ഈ കാശ് ഉടനെ ശരിയാക്കാം. ആ, രോഹിണി, എന്താ വല്ല പുതിയ കള്ളത്തരം കൊണ്ട് വന്നിരിക്കുകയാണോ? ബാങ്കിൽ ജോലി, നോക്കാനാളില്ലാത്ത വലിയ മണിമാളിക. നാടല്ലേ മനുഷ്യൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നടക്കാൻ? പാവം കളിച്ച് നടക്കുന്നു. എനിക്ക് പറയുവാനുള്ള എനിക്കൊന്നും കേൾക്കണ്ട, കേട്ടിടത്തോളൊക്കെ മതി. ഹലോ 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 ഹലോ, ഇവിടല്ലേ കീരിക്കാരന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ് ഇന്ന് ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി. ഗാന്ധികാളി പേപ്പറുകാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പറുകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ എത്ര പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ? ആര്? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് ഹോട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്താ? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്കുമായിട്ട് എവനൊരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്ത്. പെണ്ണിപ്പ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ ബുക്ക് ചെയ്യാൻ തന്നെയാ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? വല്ല ഉത്സവ പറമ്പിലും ബാലെ കാണാൻ. ആയിരിക്കും. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലോ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി.
തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെ പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്നുദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? ആ, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുവോ? അത് വരുമല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. നിങ്ങളോടല്ലേ പറഞ്ഞ്? ആരാ? ഞാൻ സുരേഷ് മേനോൻ. എന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ക്ലർക്ക് സുധീഷ്. എന്താ വന്നത്? ഇവിടുത്തെ ഒരു ബില്ല് ഞങ്ങളുടെ ഓഫീസിൽ വന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അത് സുരേഷ് സാർ കണ്ടോ? ഇല്ല, എന്റെ സെക്ഷനിൽ വന്നതാണ്. അന്വേഷിച്ചിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു. അത് എന്റെ ബില്ലാണ്. ഇങ്ങോട്ട് വന്നാ ഞാൻ അദ്ദേഹത്തിന്റെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ അറിയാം? കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കണ്ട. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയാണ്. എന്നങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ? അല്ല, നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണോ എന്ന്. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയുന്നത്? അല്ല, എനിക്കൊരു പ്രൊമോഷൻ വേണമായിരുന്നു. കുട്ടിയൊന്ന് റെക്കമെൻഡ് ചെയ്യാമെങ്കിൽ. അത്രേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യൂ. ആദ്യം ആ ബില്ല് എന്റെ കൈ കൊണ്ടുതാ. പ്രൊമോഷൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ നാളെ കൊണ്ടുവരാം. വരട്ടെ. വരുന്നോ? ഞാൻ വേണമെങ്കിൽ വീട്ടിൽ വിട്ടേക്കാം. കമ്പനിക്കാരാ, അല്പം കൂടുതൽ ഓടി വെച്ച് എനിക്ക് നഷ്ടമൊന്നുമില്ല. വരും. ഒന്ന് കാറ് നിർത്തൂ. എന്താ കാറ് നിർത്താൻ പറഞ്ഞേ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നുണയാണ്. നുണയാണെന്നോ? അതെ, സുരേഷ് മേനും ഞാനുമായിട്ട് സ്നേഹമാണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാ ഞാൻ അയാളെ കണ്ടിട്ടും കൂടിയില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്? സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വേണ്ടി വന്നു.
ഒരു ദിവസം ബസ് കിട്ടാതെ വന്നപ്പോ അയാളുടെ കാറിൽ കയറി ട്രൂപ്പിന്റെ മുമ്പിൽ ഇറങ്ങി. അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്നിട്ട് എന്താ രോഹിണിയെ സത്യമല്ലെന്ന് പറയാത്തത്? സുരേഷ് മേനും ഞാനും തമ്മിൽ പ്രേമാന്ന് കരുതി ട്രൂപ്പ് ഓണർ എനിക്ക് തരാനുള്ള കുടിശ്ശികയും തീർത്ത് നായികയാക്കാന്ന് പറഞ്ഞ അഡ്വാൻസും തന്നു. ഇത്രയും വലിയൊരാളുടെ കാമുകിന്ന് കരുതിയ അങ്ങേര് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിങ്ങനെ ഒരു ഏടാകുടത്തെ കൊണ്ട് ചാടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ചേടാ, ഇതിപ്പോ അമ്മ തൊട്ടാലും അമ്മയെ തൊട്ടാലും മോൻ ചാവൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. രോഹിണി വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനിയും എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. എങ്ങനെ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. തൽക്കാലം പറയണ്ട. പിന്നെ ഇതൊന്നും ട്രൂപ്പിൽ ആരും അറിയണ്ട കേട്ടോ. ആരെങ്കിലും അറിഞ്ഞാ എന്നെ അവിടുന്ന് പുറത്താക്കുന്ന ഉറപ്പാ. പേടിക്കണ്ട, ഞാൻ കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വരട്ടെ.